മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുധം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഊമയെ വാചാലനാക്കാനും മുടന്തനെ പർവ്വതം താണ്ടിക്കാനും ആർക്കു മാത്രമേ കഴിവുള്ളൂ? ഭഗവാൻ ശ്രീകൃഷ്ണന്. ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭഗവത്ഗീത ആര് പഠിക്കുന്നുവോ, ആര് ആ പാതയിലൂടെ സഞ്ചരിക്കുന്നുവോ അവരെ പർവ്വതം താണ്ടിക്കും, അതായത് വിജയത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കും, സർവ ഐശ്വര്യങ്ങളും കിട്ടും എന്ന് സാരം. അത്രയും കാരുണ്യം ചൊരിയുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് നമുക്കായിട്ട് പറഞ്ഞു തന്ന ഈ അമൃതവാണി എല്ലാവരുടെയും ജീവിതത്തിലേക്ക് പകർത്തുക, എന്നിട്ട് ആ പാതയിലൂടെ സഞ്ചരിക്കുക. വസുദേവരുടെ പുത്രനായി ജനിച്ച് കംസനെയും ചാണൂരനെയും വധിച്ച് ദേവകീദേവിക്ക് പരമാനന്ദം നൽകിയ ലോകാചാര്യനും ലോകഗുരുവും ദേവനുമായ ശ്രീകൃഷ്ണ ഭഗവാന് കോടി കോടി പ്രണാമം, കോടി കോടി പാദനമസ്കാരം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭൂമിദേവി ഭഗവാനോട് തന്നെ ചോദിക്കുകയാണ്, സർവജഗത്തിനും കാരണമായ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥനായ സർവേശ്വര, ഈ സംസാരസാഗരത്തിൽ പ്രാരാബ്ധ കർമ്മങ്ങളുടെ ഫലമായി സുഖദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് അങ്ങയുടെ പാദകമലങ്ങളിൽ അചഞ്ചലമായ ഭക്തി എങ്ങനെയുണ്ടാവും എന്ന്. ഗീതാമാഹാത്മ്യത്തിലെ ആദ്യത്തെ ചോദ്യമാണ് ഭൂമിദേവി ഭഗവാനോട് ചോദിക്കുന്ന. നമ്മൾ എന്ത് പഠിച്ചാലും അത് പഠിച്ചാലുള്ള പ്രയോജനം, അത് പാരായണം ചെയ്താലുള്ള പ്രയോജനം, അതറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്തു വായിക്കുമ്പോഴും അതിൻ്റെ മാഹാത്മ്യം വായിക്കുന്നത്. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ഒക്കെ ജപിക്കുമ്പോൾ അവസാനം അതിൻ്റെ മാഹാത്മ്യം വായിക്കും. ചിലർ പറയും അതും കൂടെ വായിച്ചാലേ നമുക്ക് പൂർണ്ണതയാകത്തുള്ളെന്ന്. അത് വേണ്ട, നമ്മൾ അത് വായിച്ചാൽ, വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ നമുക്ക് എന്താണ് പ്രയോജനം എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിത് വായിക്കുന്നതും പഠിക്കുന്നതും. അതുപോലെ ആദ്യമേ ഇത് ആരെഴുതിയതാണ്, എവിടെ നിന്ന് വന്നതാണ്, ആരാർക്ക് ഉപദേശിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കുറേ ശ്ലോകം കൂടി എല്ലാ ഗ്രന്ഥങ്ങളിലുമുണ്ട്. ഭഗവത്ഗീതയിലാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ ഉപദേശിക്കുന്നു, അല്ലേ? അപ്പോൾ ഭഗവത്ഗീത പഠിച്ചാൽ, വായിച്ചാൽ, അറിഞ്ഞാൽ, പ്രവർത്തിച്ചാൽ, ഭഗവത്ഗീതയുടെ പാതയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് പ്രയോജനമെന്ന് ആദ്യമേ തന്നെ ഈ ഭഗവത്ഗീത മാഹാത്മ്യത്തിൽ പറയുന്നു. ഭൂമിദേവി ചോദിക്കുന്ന ശ്ലോകമാണ് ആദ്യത്തേത്. ഭഗവൻ പരമേശാന ഭക്തിരഭ്യവിചാരിണീ പ്രാരബ്ധം ഭുജ്യമാനസ്യ കഥം ഭവതി ഹേ പ്രഭോ. അതിന്റെ അർത്ഥമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. സർവജഗത്തിനും കാരണമായ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥനായ സർവേശ്വര, ഈ സംസാര സാഗരത്തിൽ പ്രാരബ്ധ കർമ്മങ്ങളുടെ ഫലമായി സുഖദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് അങ്ങയുടെ പാദകമലങ്ങളിൽ അചഞ്ചലമായ ഭക്തി എങ്ങനെയുണ്ടാവും? അപ്പോൾ ഭഗവാൻ പറയുകയാണ്, വിഷ്ണുരുവാച പ്രാരബ്ധം ഭുജ്യമാനോപി ഗീതാഭ്യാസരതഃ സദാ സമുക്തഃ സുഖീ ലോകേ കർമ്മണാനോ ബലിപ്യതേ. മഹാവിഷ്ണു പറഞ്ഞത്, പ്രാരബ്ധം അനുഭവിക്കുന്നവനായാലും നിരന്തരം ഗീത അഭ്യസിക്കുന്നവൻ ഇഹലോക ജീവിതത്തിൽ സുഖമുള്ളവനാകും, ഒടുവിൽ മുക്തനാവുകയും ചെയ്യും. അവൻ ഇവിടെ ചെയ്യുന്ന പുണ്യപാപ കർമ്മങ്ങളെല്ലാം ഇവിടെ തന്നെ അവസാനിക്കും, അവ മറ്റൊരു ജന്മത്തിന് കാരണമാവുകയുമില്ല. വീണ്ടും ഭഗവാൻ പറയുകയാണ്, മഹാപാപാതി പാപാനി ഗീതാധ്യാനം കരോതി ചേ കൊചി സ്പർശം ന കുർവന്തി നളിനീദളമംബുവ. ഗീതയിൽ ഞാൻ ഉപദേശിച്ചതിനെ ധ്യാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ പഞ്ചമഹാ പാപങ്ങൾ ഏതെങ്കിലും ചെയ്തവനായാലും താമരയിലയിൽ വീണ വെള്ളം പോലെ ആ പാപങ്ങൾ ഒന്നും തന്നെ അവനെ സ്പർശിക്കുകയില്ല. ഗീതായ പുസ്തകം യത്ര യത്ര പാഠ പ്രവർത്തതേ
തത്ര സർവാണി തീർത്ഥാനി പ്രയാഗാദീനി തത്ര വൈ. ഭഗവത്ഗീത എന്ന പുസ്തകം സൂക്ഷിച്ചിട്ടുള്ളിടത്തും ഗീതാപാരായണം ചെയ്യുന്നിടത്തും പ്രയാഗ തുടങ്ങിയ എല്ലാ തീർത്ഥങ്ങളും സന്നിധാനം ചെയ്യുന്നു. തീർത്ഥദേവതകൾ തീർത്ഥാടന ഫലം നൽകാനായി അവിടെ എത്തിച്ചേരുന്നു. നമ്മൾ ഭഗവത്ഗീത സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ 33 കോടി ദേവന്മാരും സന്നിഹിതരാകുന്നു എന്ന് സാരം. അപ്പോൾ നമ്മൾ ദിവസവും ഗീത പാരായണം ചെയ്യുകയും ഭഗവാൻ പറഞ്ഞ ആ ഗീതയിലെ വാക്കുകളിൽ കൂടെ നടക്കുകയും ചെയ്താൽ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി സർവ ഐശ്വര്യവും കൈവരും എന്ന് ഭഗവാൻ തന്നെ പറയുകയാണ്. സർവേ ദേവാച്ച ഋഷയോ യോഗിന പന്നഗാച്ചയേ ഗോപാല ഗോപികാവാപി നാരദോദ്ധവ പാർഷദൈഹി സഹായോ ജായതേ ശീഘ്രം എത്ര ഗീത പ്രവർത്തതേ. ഗീതാപാരായണം നടക്കുന്ന സ്ഥലത്ത് എല്ലാ ദേവന്മാരും ഋഷികളും ഗോപന്മാരും ഗോപികമാരും നാരദൻ ഉദ്ധവൻ തുടങ്ങിയ ഭഗവത് ഭക്തന്മാരോടൊപ്പം പാരായണം ചെയ്യുന്നവനെയും ശ്രോതാക്കളെയും അനുഗ്രഹിക്കാനായി സന്നിഹിതനാകുന്നു. ഒന്ന് നോക്കിക്കേ. അപ്പോൾ എല്ലാവരും ദിവസവും ഗീത പാരായണം ചെയ്തിട്ട് അത് മാധവസേവ എന്ന പോലെ മാനവസേവയും ചെയ്യുക. എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക എന്ന് പറയുകയില്ലേ, അത് എല്ലാം ഭഗവാനാണ്, സർവ്വജീവജാലങ്ങളും ഭഗവാനാണ് എന്ന് കണ്ടുകൊണ്ട് ആ ജീവജാലങ്ങൾക്കെല്ലാം ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എത്ര ഗീതാ വിചാരച്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവ ഹി. അല്ലയോ ഭൂമി, ഗീതാപാരായണം, ഗീതാപ്രവചനം, ഗീതാശ്രവണം എന്നിവ നടക്കുന്നിടത്തെല്ലാം ഞാൻ എല്ലായ്പ്പോഴും വസിക്കുന്നു എന്നത് തീർച്ചയാണ്. ഭഗവാൻ ഭൂമിദേവിയോട് അടിവരയിട്ട് പറയുകയാണ്, ഗീതാപാരായണം ചെയ്യുന്നിടത്ത് ഞാൻ വസിക്കുന്നു. ഗീതാശ്രയോഹം തിഷ്ഠാമി ഗീതാമേഞ്ചോത്തമം ഗൃഹം ഗീതാജ്ഞാനമുപാശ്രിത്യ ത്രിലോകാൻ പാലയാമ്യഹം. ഞാൻ ഗീതയെ ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്നു. ഗീത എൻ്റെ ഉത്തമമായ ഗൃഹമാകുന്നു. ഗീതാജ്ഞാനത്തെ ആശ്രയിച്ചു ഞാൻ 3 ലോകങ്ങളെയും സംരക്ഷിക്കുന്നു. ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ഭഗവത്ഗീത. നമ്മൾ എവിടെ പോകുമ്പോഴും ഒരു ഭഗവത്ഗീതയുടെ പുസ്തകം കയ്യിൽ കരുതുക, നമുക്കൊരു ബലമാണത്. ഗീതാമേം പരമാവിദ്യ ബ്രഹ്മരൂപാന സംശയക അർദ്ധമാത്രാക്ഷരാ നിത്യ സ്വാനിർവാജ്യ പദാത്മിക. ഗീത എൻ്റെ ബ്രഹ്മസ്വരൂപമായ പരമവിദ്യയാകുന്നു. അർദ്ധമാത്രയാകുന്ന അക്ഷരത്തോടു കൂടിയതും ശാശ്വതവും എൻ്റെ അനിർവാജ്യമായ സ്ഥാനത്തോടു കൂടിയതുമാണ്. ഭഗവാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ സ്വരൂപം തന്നെയാണ് ഗീത. ചിദാനന്ദേന കൃഷ്ണേന പ്രോക്താ സ്വമുഖദോർജുനം വേദത്രയീ പരാനന്ദ തത്വാർത്ഥജ്ഞാന സംയുത. ചിദാനന്ദമൂർത്തിയായ കൃഷ്ണനാൽ നേരിട്ട് അർജുനനു ഉപദേശിക്കപ്പെട്ട ഗീത പരമാനന്ദപ്രദവും തത്വാർത്ഥജ്ഞാനയുക്തവുമാകുന്നു. യോഷ്ടാദശ ജപോ നിത്യം നരോ നിശ്ചലമാനസക ജ്ഞാനസിദ്ധിം സലഭതേ തതോ യാതി പരംപദം. ഏതൊരാൾ നിശ്ചല മനസ്സോടെ 18 അധ്യായങ്ങളും നിത്യവും പാരായണം ചെയ്യുന്നുവോ അയാൾ ജ്ഞാനസിദ്ധി നേടി പരമപദത്തെ പ്രാപിക്കുന്നു. 10 ശ്ലോകങ്ങൾ നമുക്കിന്ന് ജപിക്കാം. നാളെ അടുത്ത ശ്ലോകങ്ങൾ കേൾക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചില പുസ്തകങ്ങളിൽ മഹാത്മ്യ ശ്ലോകങ്ങൾ 59 കൊടുത്തിട്ടുണ്ട്. ചെറിയ പുസ്തകങ്ങളിൽ 23 മഹാത്മ്യ ശ്ലോകങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഭഗവത്ഗീത മഹാത്മ്യം അറിഞ്ഞു തന്നെ പഠിക്കുക. കാരണം എന്തും നമ്മൾ വായിച്ചാൽ, പാരായണം ചെയ്താൽ അതിന് എന്താണ് കിട്ടുക, അതിൻ്റെ പ്രയോജനം എന്താണ്, അങ്ങനെയൊക്കെ അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് മാഹാത്മ്യം കൂടി ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ.